ഉപയോഗിച്ചുകൊണ്ട് ഫീഡ്ബാക്ക് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മുമ്പൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ അത്തരം ഒരു ഫോം ചെയ്തിട്ടുണ്ടാകാം. അത് മാത്രമല്ല, വിക്ടേഴ്സ് ചാനലിൽ കുട്ടികൾ വീഡിയോ കാണുന്നതിനോട് അനുബന്ധിച്ച് അവർ എന്ത് പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫോം തയ്യാറാക്കുന്നുണ്ടാകാം. പലരും അത്തരം ചോദ്യാവലികൾ തയ്യാറാക്കിയിട്ടുണ്ടാകാം. എന്നാൽ നമുക്കിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ അടുത്തു വരികയാണ്. ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദിനവുമായി ബന്ധപ്പെട്ടോ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്താം ഓൺലൈനിൽ നടത്തുന്ന ഈ മത്സരത്തോടനുബന്ധിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഓട്ടോമാറ്റഡ് ആയിട്ട് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യാം. നിങ്ങളുടെ സ്കൂളിന്റെ പേരും നിങ്ങളുടെ സ്കൂളിലെ ക്ലബിന്റെ പേരും നിങ്ങളുടെ പേരും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മെയിലിലേക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. നമ്മൾ ആരുടെയും മെയിൽ ID നമ്മളുടെ ഇൻബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആരുടെയും പേരുകൾ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊള്ളും. എങ്ങനെയാണ് ഒരു മത്സരം നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്നും കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ പോകുന്നതെന്നും നമുക്കിവിടെ നോക്കാം. അതിനുപയോഗിക്കുന്ന ടൂൾ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഫോംസിൽ എങ്ങനെയാണ് ആ ടൂളിനെ കണക്ട് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. നമുക്ക് ഗൂഗിൾ ഫോം എന്ന് ഓപ്പൺ ആക്കി അതിൽ ഈ ടൂളിനെ പരിചയപ്പെടാം. ഓക്കെ, ആദ്യം നമുക്ക് നമ്മളുടെ ഇൻബോക്സ് ഓപ്പൺ ആക്കാം. നമ്മുടെ ഇൻബോക്സിനുള്ളിൽ ഏറ്റവും മുകളിൽ വലതുവശത്ത് 9 ഡോട്ട്സ് നമുക്ക് കാണാം. ഗൂഗിൾ ആപ്സ് എന്നാണ് ഇതിന്റെ പേര്. നമുക്കറിയാം, നമ്മൾ മുമ്പ് പലതവണ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ആപ്സ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് ജിമെയിൽ, ഡ്രൈവ്, ഷീറ്റ്സ്, സ്ലൈഡ്സ്, ഫോംസ്. അതിൽ ഫോംസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഫോമിന്റെ ഒരു പേജ് വന്നു. ബ്ലാങ്ക് എന്നും ബ്ലാങ്ക് ക്വിസ് എന്നും അസസ്മെന്റ് എന്നും എക്സിറ്റ് ടിക്കറ്റ് എന്നും വർക്ക്ഷീറ്റ് എന്നൊക്കെ കുറച്ച് ടെംപ്ലേറ്റ് ഒക്കെ മുകളിലുണ്ട്. മറ്റു ചില ഫോംസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴെ കാണാൻ സാധിക്കും. നമുക്ക് ബ്ലാങ്ക് ക്വിസിനെ ഒന്ന് പ്രസ് ചെയ്യാം. ഇതിന്റെ ടൈറ്റിൽ ആദ്യം ചേഞ്ച് ചെയ്യുകയാണ്. ബ്ലാങ്ക് എന്നുള്ളത് മാറ്റിയിട്ട് ഇൻഡിപെൻഡൻസ് ഡേ എന്നാക്കുകയാണ്. അവിടെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കാം. ക്വിസ് കോമ്പറ്റീഷൻ ഇൻ കണക്ഷൻ വിത്ത് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് എന്നൊക്കെ നമുക്ക് അവിടെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാം. ഇനി നമുക്ക് അൺടൈറ്റിൽഡ് ക്വസ്റ്റ്യൻ എന്നുള്ളടത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഹു ഈസ് നോൺ ആസ് അവർ ഫാദർ ഓഫ് നേഷൻ എന്നൊരു ചോദ്യം. അതിന് ഓപ്ഷൻസ് കൊടുക്കുന്നു. ഗാന്ധിജി എന്ന് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. ചാച്ച നെഹ്റു രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുന്നു. അടുത്തത് നമുക്ക് ബി ആർ അംബേദ്കർ എന്ന് പേര് കൊടുത്തു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ നമുക്ക് കൊടുക്കാം. ആ ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് വലതുവശത്ത് ടൂൾ ബോക്സിലെ ആഡ് ക്വസ്റ്റ്യൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ 3 പേരുകൾ കൊടുത്തു. ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൊടുക്കാം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുത്തതിന് ശേഷം ഇനിയും ആൻസർ കീയും അതോടൊപ്പം പോയിന്റ്സും സെറ്റ് ചെയ്യണം. അപ്പൊ ഓരോ ചോദ്യത്തിന്റെയും ആൻസർ സെറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പോയിന്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ പ്രിഫറൻസസിലേക്ക് വരാം. വലതുവശത്ത് 3 ഡോട്ട്സ് ഉണ്ട്. ഈ 3 ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്താൽ ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്ന മെനുവിൽ ഏറ്റവും അവസാനം പ്രിഫറൻസസ് എന്ന് പറയുന്ന ഒരു സബ് മെനു കാണാം. പ്രിഫറൻസസ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സെറ്റിംഗ്സ് പേജിൽ മേക്ക് ക്വസ്റ്റ്യൻസ് റിക്വയർഡ് എന്ന് ടിക്ക് ചെയ്യുക. ഡീഫോൾട്ട് ക്വസ്റ്റ്യൻ പോയിന്റ് 1 എന്നും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യന്റെയും പോയിന്റ് 1 എന്ന് വന്നുകൊള്ളും. മേക്ക് ക്വസ്റ്റ്യൻസ് റിക്വയർഡ് ടിക്ക് ചെയ്യുകയും ഡീഫോൾട്ട് ക്വിസ് പോയിന്റ് സെറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ഇത് ബാധകമായിട്ട് വരും. കൃത്യമായി എല്ലാ ക്വസ്റ്റ്യനും കുട്ടികൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ മേക്ക് ക്വസ്റ്റ്യൻസ് റിക്വയർഡ് കൊടുക്കുക. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് സേവ് പറയുക. ഇമെയിൽ അഡ്രസ് എന്ന് പറയുന്ന കോളം പ്രസ് ചെയ്താൽ ഇമെയിൽ അഡ്രസ് എൻട്രി ചെയ്യാനുള്ള ഒരു കോളം ഏറ്റവും ആദ്യം വരും. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പൊ സേവ് പറയുക. ഇവിടെ ഇപ്പം രണ്ടും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് അറിയാം, ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് പകരം നമുക്ക് ചെക്ക് ബോക്സസോ ഡ്രോപ്പ് ഡൗൺ ബോക്സോ
അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യനോ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനോ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഫീഡ്ബാക്ക് ഫോം സെറ്റ് ചെയ്ത വീഡിയോയിൽ സംസാരിച്ചിരുന്നതാണ്. ഇനിയിപ്പോ നമ്മുടെ ആവശ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് അയച്ചു കഴിയുമ്പോൾ കുട്ടികൾ ആൻസർ ചെയ്യുമ്പോൾ എന്താണ്, സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ കുട്ടികൾ ആൻസർ ചെയ്യുമ്പോൾ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, ഈ സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഓരോ ചോദ്യത്തിന്റെയും ആൻസർ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആൻസർ കീ നമ്മളിവിടെ പറയുകയാണ്. ആൻസർ കീ എന്നുള്ള ബട്ടനെ പ്രസ് ചെയ്തിട്ട് എന്താണ് ഗാന്ധിജി എന്നുള്ളത് നമുക്കവിടെ ടിക്ക് ചെയ്യാം. ഡൺ പറഞ്ഞു. ഹു ഈസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അതിന്റെ ആൻസർ കീ സെറ്റ് ചെയ്യണം. ഇവിടെ വന്നിട്ട് ആൻസർ കീ ക്ലിക്ക് ചെയ്യുന്നു. അതില് ചാച്ച നെഹ്റു എന്നുള്ളതിന് ടിക്ക് ചെയ്തു. ഇവിടെ 1 പോയിന്റ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് കൊണ്ട്. ഡൺ പറയുക. ഇനി ആൻസർ കീ എന്നുള്ളിടത്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെറ്റ് ചെയ്തതിനു ശേഷം താഴെ ആൻസർ ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. തെറ്റായ ആൻസർ പറയുമ്പോൾ, ശരിയായ ആൻസർ പറയുമ്പോൾ എന്ത് പറയണമെന്നാണ്. ഇൻകറക്റ്റ് ആൻസേഴ്സ് ആണെങ്കിൽ യു ആർ റോങ് എന്നൊരു മെസ്സേജ് വരാം. കറക്റ്റ് ആൻസേഴ്സ് ആണെങ്കിൽ യു ആർ കറക്റ്റ് എന്നൊരു മെസ്സേജ് അവിടെ കൊടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ രണ്ട് കേസിലും നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വിവരങ്ങൾ കിട്ടാവുന്ന ഒരു പേജിലേക്ക് ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കാം. ലിങ്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസറുമായിട്ട് ബന്ധപ്പെട്ട്, കറക്റ്റ് ആൻസർ ആണെങ്കിൽ ആ ആൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പേജിലേക്ക് പോകാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുന്ന ഒരു പേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ സാധിക്കും. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹു ഈസ് നോൺ ആസ് അവർ ഫാദർ ഓഫ് നേഷൻ, ഹു ഈസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ബട്ടൺ പ്രസ് ചെയ്ത് കുട്ടികളുടെ അടുക്കലേക്ക് ഈ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കാം. സെൻഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് വരും. അവിടെ ആദ്യം നമുക്ക് ഇമെയിൽ അയക്കാൻ വേണ്ടിയുള്ള ഒരു ടാബ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് വാട്സാപ്പ് മുഖേന മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാനുള്ള ഒരു കോളം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് വെബ്സൈറ്റിലേക്ക് നമ്മുടെ ഈ ക്വിസിനെ ആഡ് ചെയ്യാൻ, എംബഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും ഇവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 ടാബാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിപ്പോ ഇമെയിൽ ചെയ്യുന്ന കാര്യം നോക്കാം. ഇമെയിൽ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമെയിൽ അയക്കാനുള്ള കോളം വരും. ഇവിടെ നിങ്ങൾക്ക് മെയിൽ ഐ ഡികൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് മെയിലുകൾ അയക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ടൈപ്പ് ചെയ്യുക, ടൈപ്പ് ചെയ്തിട്ട് ആ മെയില് ഫോർവേഡ് ചെയ്യുക. ഇപ്പം അതിനുശേഷം ഏറ്റവും താഴെ വന്ന് സെൻഡ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വന്ന് സെൻഡ് ബട്ടൺ പ്രസ് ചെയ്താൽ ഇമെയിൽ പൊയ്ക്കൊള്ളും. ഓക്കെ, ഇപ്പൊ ഈ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതിന് കാരണം, ഇത് ഞാൻ ഉപയോഗിക്കുന്നത് rmhss.org എന്നുള്ള ഒരു ഡൊമൈൻ അകത്തിരുന്നുകൊണ്ടാണ്. അതിന് പുറത്തേക്ക് ഇമെയിൽ അയക്കണോ എന്നൊരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ പറഞ്ഞാൽ അത് പൊയ്ക്കൊള്ളും. ഓക്കെ, ഇനി ടൂൾ ബാറിലുള്ള മറ്റ് ടൂൾസിനെയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടിരുന്നതാണ്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ അത് ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആഡ്-ഓൺസ് ആണ് ഉപയോഗിക്കുക. ആഡ്-ഓൺസ് എങ്ങനെയാണ് ഫോംസിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മോർ എന്നുള്ള ഈ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴെ പ്രിഫറൻസസിന് മുകളിലായി ആഡ്-ഓൺസ് എന്നുള്ള ഒരു മെനു കാണാം. ആഡ്-ഓൺസ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോമിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന നിരവധി ആഡ്-ഓൺസിന്റെ പേരുകൾ ഇവിടെ എഴുതി വരുന്നത് കാണാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ്-ഓൺസ് നമ്മുടെ പേജിലേക്ക് ആഡ് ചെയ്യാം. ടൈമർ സെറ്റ് ചെയ്യണമെങ്കിൽ ടൈമിഫൈ എന്നുള്ള ആഡ്-ഓൺ ഉപയോഗിക്കാം. അതേപോലെ ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് കൊടുക്കണമെങ്കിൽ ഇമെയിൽ നോട്ടിഫിക്കേഷൻസ് ഉപയോഗിക്കാം. സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആഡ്-ഓൺ ആണ് certifyem എന്ന് പറയുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ആഡ്-ഓൺസ് മോർ ബട്ടൺസിൽ ക്ലിക്ക് ചെയ്ത് വന്നിട്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ പേജ് വീണ്ടും തിരിച്ചു വന്നു. ഇനി നമ്മുടെ പേജിന് മുകളിൽ ഇതുപോലൊരു ഐക്കൺ കാണാം.
ആഡ് ഓൺസ് ഐക്കൺ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആഡ് ഓൺസിനെ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ആകെ ഞാൻ ഒരു ആഡ് ഓൺ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. certifyem എന്ന് പറയുന്ന ആഡ് ഓൺ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ചോദ്യം ഉണ്ടാകും. എനേബിൾ സർട്ടിഫൈ ഇൻ ദിസ് കിസ് എന്നുള്ള ഒരു ചോദ്യം വരും. അത് എനേബിൾ ചെയ്യാൻ പറയുക. അപ്പൊ ഒരു ഡയലോഗ് ഇപ്പം തന്നെ വരുന്നതായിരിക്കും. അല്പസമയം വെയിറ്റ് ചെയ്യുക. നമ്മുടെ സ്ക്രീനിൽ ഒരു പേജ് ലോഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കുട്ടിയുടെ പേര് എൻട്രി ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് ഇമെയിൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇമെയിൽ ID എൻട്രി ചെയ്യാനുള്ള ഒരു കോളം കൂടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഇതിനെ മിനിമൈസ് ചെയ്യുകയാണ്. പ്ലസ് ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു എന്താണ്? എൻ്റർ യുവർ ഇമെയിൽ ID. അത് ഷോർട്ട് ആൻസർ ടൈപ്പിലേക്ക് വന്നു. ആൻസർ കീയുടെ നേരെ ഒരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്. അത് വേണ്ട. നമ്മൾ അത് ആൻസർ കീയിൽ ക്ലിക്ക് ചെയ്തിട്ട് പോയിന്റ്സ് 0 ആക്കി മാറ്റുക. ഡൺ പറയുക. റിക്വയർഡ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി വീണ്ടും ഒരു ചോദ്യം കൂടെ അവിടെ ചോദിക്കാനുണ്ട്. കുട്ടിയുടെ പേര് എൻട്രി ചെയ്യാൻ. അപ്പോൾ ആഡ് ക്വസ്റ്റ്യൻ എന്നുള്ള ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നു. നമ്മൾ പറയുകയാണ് നെയിം, എൻ്റർ യുവർ നെയിം. അതും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് അത് എടുത്തു കഴിഞ്ഞു. താഴെ ആൻസർക്ക് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡീഫോൾട്ടായിട്ട് എല്ലാ ക്വസ്റ്റിന്റെയും പോയിന്റ് 1 വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ 1 പോയിന്റ് വന്നത്. അത് ഡിലീറ്റ് ചെയ്യാം. ആൻസർക്ക് ക്ലിക്ക് ചെയ്യുക. 0 ആക്കി വെക്കുന്നു. അതിനുശേഷം ഡൺ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം എൻ്റർ യുവർ ഇമെയിൽ ID, അതിനുശേഷം എൻ്റർ യുവർ നെയിം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വിസിന്റെ ഭാഗമായിട്ട് 2 ചോദ്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് certifyem എന്ന ആഡ് ഓണിന്റെ സെറ്റിംഗ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഈ certifyem എന്നുള്ള ആഡ് ഓണിനെ എനേബിൾ ചെയ്യാം. അതുകൊണ്ട് ഇവിടെ സ്റ്റാറ്റസ് ഇപ്പോൾ അത് ഓഫ് ആണ്. ടേൺ ഓൺ പറയുക. certifyem എനേബിൾ ആക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇമെയിൽ അഡ്രസ് എൻട്രി ചെയ്യാനുള്ള ഒരു കോളം അവിടെ വന്നു കഴിഞ്ഞു. കാരണം അതിന് ഇമെയിൽ അഡ്രസ് എടുത്തിട്ട് വേണം ഈ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ എൻ്റർ യുവർ ഇമെയിൽ ID എന്ന് കൊടുത്ത കോളം തൽക്കാലം ഇവിടെ ആവശ്യമില്ല. അതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പൊ നമുക്കിവിടെ ഇമെയിൽ അഡ്രസ് എൻട്രി ചെയ്യാനുള്ള കോളം certifyem ഡീഫോൾട്ടായിട്ട് ഉണ്ടാക്കിയ കോളമാണ്. പിന്നെ നമ്മൾ നേരത്തെ ചോദിച്ച നെയിം എൻട്രി ചെയ്യാനുള്ള കോളം, അത് രണ്ടും തൽക്കാലം മതി അവിടെ. ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എത്ര മാർക്കിന് മുകളിൽ മേടിക്കുന്ന കുട്ടികൾക്കാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതെന്ന് എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ പാസിംഗ് എന്നുള്ള കോളം സെറ്റ് ചെയ്യാം. അല്ല പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ജോലി. ഇവിടെ കുറേയേറെ ടെംപ്ലേറ്റ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ടെംപ്ലേറ്റ്സ്, പല രീതിയിലുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട് എന്നത്. അത് പ്രിവ്യൂ ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഒരു പുതിയ ടാബിൽ നമ്മുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിന്റെ ഡിസ്പ്ലേ വരും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇമെയിൽ മീ സാമ്പിൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഉടൻ തന്നെ നമ്മുടെ മെയിൽ IDയിലേക്ക് ഇതിന്റെ ഒരു കോപ്പി വരും, ഇമെയിൽ ആയിട്ട് വന്നുകൊള്ളും. certifyem എന്ന ആഡ് ഓണിന്റെ കൂടുതൽ സെറ്റിംഗ്സ് ഇനി നമുക്ക് രണ്ടാമത്തെ വീഡിയോയിൽ പരിശോധിക്കാം. കാരണം നമുക്ക് സമയം അധികരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായും രണ്ടാമത്തെ വീഡിയോ കാണുക.